ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ അൺബോക്സിങ് വീഡിയോയൊക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ചാൽ എല്ലാ കളക്ഷൻസും നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായിപ്പോയി, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. കുറേയൊക്കെ സെയിലായി. ഇനി അതിൻ്റെ കുറച്ച് കളക്ഷൻസും കൂടെ ഒക്കെ ഇതാ അവിടെ ഉണ്ട്. ഞാനിങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്നെല്ലാം കൂടെ വലിച്ചൊരു നിലത്താണ് ഇട്ടത്. പിന്നെ ഇങ്ങനെ ഒരു റാക്കം ഉണ്ടായിരുന്നു, അതിലേക്ക് എടുത്ത് വെച്ചു. ഞാൻ ഓപ്പൺ ചെയ്യാം, അതൊരു സന്തോഷമല്ലേ? ഞാൻ കുറച്ച് കളക്ഷൻസ് ഇട്ടതിൽ എനിക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടി. അപ്പോൾ അതിൽ എല്ലാവരും പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു സന്തോഷമാണ്, ഒരു താല്പര്യം നിങ്ങൾക്കും ഉണ്ടെന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബണ്ടിൽ വന്നിട്ടുണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ അഡ്രസ്സിൽ ഇങ്ങനെ നമ്മുടെ പേരിൽ ഇങ്ങനെ കാണുമ്പം വളരെ ഒരു സന്തോഷം, അഭിമാനം. ഞാനിവിടെ വീട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ കുറേ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നത് കൂടെ എടുത്തപ്പോൾ കുറേ മുമ്പ് മുതൽ ഞാൻ ഡ്രസ്സ് എടുക്കുന്നതാണല്ലോ, ഇടയ്ക്ക് നിന്ന് പോയതാണ്. അപ്പോൾ 10 വർഷം മുമ്പുള്ള ഇതിൻ്റെ കുറേ ചാക്കുകൾ ഇങ്ങനെ ഈ ബണ്ടിലിൻ്റെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പേര് എഴുതി. അപ്പോൾ അതിലേക്ക് ഞാൻ വരുത്തിക്കൊണ്ടിരുന്നത് കൊറിയർ വരുമ്പം എൻ്റെ ഡ്രീം ഡിസൈൻസ് എന്നുള്ള പേരിലായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡ്രീം ഡിസൈൻസ് സംരംഭമൊക്കെ പോയി. അത് വീണ്ടും ഒന്ന് പിന്നെ എന്താ പറയുക, രജിസ്റ്റർ ചെയ്ത് എടുത്താക്കിയെടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ അഡ്രസ്സിലാണ് വരുത്തി. ഒരഭിമാനമാണ് അല്ലേ? നമ്മളൊന്നും ചെയ്യാണ്ട് ഉറങ്ങിക്കൂടിയിരിക്കുന്നതിലും നമ്മുടെ പേരിൽ ഒരു കൊറിയർ, നമ്മൾ വീട്ടിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കൊറിയറാണെങ്കിലും വരും. എങ്കിലും അതിനൊക്കെ അപ്പുറമായിട്ടൊരു ബണ്ടിൽ വന്നത് ഓപ്പൺ ചെയ്യും. എനിക്ക് വളരെ ഒരു എന്താ പറയുക, മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഞാൻ അന്ന് അത് ക്ലീൻ ചെയ്തപ്പോൾ അതെടുത്തപ്പം ഒരുപാടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണോ ഇത്രയും ഒക്കെ വരുത്തിയിരുന്നോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിരുന്നോ, അത് എനിക്ക് തന്നെ അറിയില്ല. നമ്മൾ ഓരോ പ്രാവശ്യം കുറച്ച് ചെയ്യും. ചിലപ്പോൾ അത് യൂണിഫോം ഓർഡേഴ്സ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ അടിക്കങ്ങ് പോവും. വരുന്നത് എൻ്റെ അടുത്ത് വന്നിട്ടാണ് കൂടുതലും ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ കുറേ ദൂരേക്കുള്ളത് പാലക്കാട് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ ഡയറക്റ്റ് അയക്കാറുണ്ട്. അല്ലെങ്കിൽ ഏരിയയിലൊക്കെ ഉള്ളതൊക്കെ കൂടുതൽ എൻ്റെ അടുത്ത് വന്നിട്ടാണ്. ഇന്ന് ഈ അഡ്രസ്സ് ഉണ്ടപ്പോൾ ഞാൻ ഓർക്കുക വീണ്ടും രണ്ടാമതും ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ്, ഒരു റെസ്പെക്റ്റൊക്കെ തോന്നുന്ന പോലെ. ഇത്രയൊക്കെ ചെയ്തിരുന്നല്ലോ, എന്നിട്ടും വീണ്ടും ഒതുങ്ങി. എന്തിനു വേണ്ടിയായിരുന്നു എനിക്കറിയില്ല. ഇപ്പം നിങ്ങളിപ്പോൾ വീണ്ടും തരുന്ന വീഡിയോസ് ഇടുമ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടുള്ളൂ, അതിന് നല്ലൊരു പ്രതികരണമുണ്ട്. വീണ്ടും മുമ്പോട്ട് ഞാൻ നിങ്ങളുടെ റെസ്പോണ്ട് പ്രതീക്ഷിക്കുന്നു. എനിക്ക് പലരും പിന്നെ പോസ്റ്റിനൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുള്ള ഉപദേശങ്ങളാണ് കൂടുതലും വന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നു. അപ്പോൾ താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ, ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വരണം എന്ന് താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ അവരത് പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. ഓപ്പൺ ചെയ്യാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കവറിലാണെന്ന് വാഷ് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ഞാൻ പോയിട്ടില്ലായിരുന്നു, ഞാൻ ബുക്ക് ചെയ്തതേ ഉള്ളൂ. അവർ തന്നെ അവിടുന്ന് പാക്ക് ചെയ്ത് വിടുമായിരുന്നു കേട്ടോ. ബില്ലൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓണം കളക്ഷനൂടെയാണ് കേട്ടോ. എങ്ങനെയുണ്ട് കളേഴ്സൊക്കെ ഇഷ്ടമായി? കോട്ടൺ ഷിപ്പ്
ചുരിദാർ കളക്ഷനാണ് കേട്ടോ. പേസ്റ്റൽ കളറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ. അപ്പോൾ പരാതി പറഞ്ഞവർക്ക് വേണ്ടി ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. നല്ല പ്യുവർ കോട്ടൺ. കുറേ വൈറ്റും ഓഫ് വൈറ്റും സ്നേഹികളുണ്ട്. ഈ ഓഫ് വൈറ്റ് എപ്പോഴും നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്ന കളറല്ലേ. വിശദമായിട്ട് പിന്നെ കാണിക്കാതിൻ്റെയൊക്കെ പല കളേഴ്സ് ഉണ്ട് പ്രിൻ്റ് കേട്ടോ. കോട്ടൺ ചുരിദാർ മെറ്റീരിയല. ഇത് ഞാൻ ഒരുപാട് ഇഷ്ടമായിട്ട് രണ്ടാമത് വരുത്തിയതാണ്. ആദ്യം വന്നത് കഴിഞ്ഞു കേട്ടോ. കവറിലല്ലാത്തത് കവറിലിട്ട് കൊടുക്കാൻ വേണ്ടി പാക്കിംഗ് കവറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഡാർക്ക് കളർ ചട്ട. ഇത് ഡെയിലി യൂസുകാർക്ക് വേണ്ടിയാണ്. പേസ്റ്റൽ കളറിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഫേവറേറ്റ് മെറ്റീരിയൽ, എൻ്റെ ഫേവറേറ്റ്. എനിക്ക് പേസ്റ്റൽ കളർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, വല്ലാത്തൊരു ക്രേസാട്ടോ. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് പേസ്റ്റൽ കളറാണ്. ഇപ്പോഴൊക്കെയാണ് ഞാൻ കൂടുതലും പിന്നെയും ഡാർക്ക് കളറിലേക്കൊക്കെ എല്ലാവരുടെയും വഴക്കൊക്കെ കേട്ട് വരുന്നത് ഈ അമ്മച്ചി ടൈപ്പിലുള്ള കളറിലേക്കാണ്. പക്ഷേ പേസ്റ്റൽ കളറിന് പ്രായമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ചേരുന്ന കളർ ടോണുകളുമാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം പേസ്റ്റൽ കളർ വന്നെല്ലാം കോട്ടണിലായിരുന്നു. ഇത് പേസ്റ്റൽ കളർ സിൽക്കിലാണ് കേട്ടോ. 1 2 3 4 എണ്ണത്തിൻ്റെ തന്നെ ബണ്ടിലാണ്. 4 കിലോ. ബാത്തിക്കില്ലേന്ന് ചോദിച്ചു നോക്കി. ഇതെല്ലാം എന്നൊക്കെ എൻക്വയറി വന്ന അത് മെറ്റീരിയൽസ് നോക്കി ഞാൻ സെലക്ട് ചെയ്തതാണ്. ബാത്തിക്കിൻ്റെ നല്ലൊരു പ്രിൻ്റ്, നല്ലൊരു വർക്ക് ഉണ്ട്. അത് അടിയിൽ പോകുന്നു. ഇപ്പം ഇത്രേ ഉള്ളൂ.